നിങ്ങളെല്ലാവരും IP റേറ്റിംഗ് എന്ന് പറഞ്ഞു കേട്ട് കാണും. സത്യത്തിൽ എന്താണ് IP റേറ്റിംഗ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സ് അടിച്ചു വെക്കല്ലേ, ഇത് വീഡിയോ വേറെയാണ്. ഈ IP സർട്ടിഫിക്കേഷന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ഷൻ എന്നാണ്. IPയുടെ ഫുൾ ഫോം എന്തോ ആയിക്കോട്ടെ, ഒരാളുടെ ഫോണിൽ IP റേറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്റെ ഫോണിൽ IP റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എന്റെ ഫോൺ വാട്ടർ പ്രൂഫ് ആണ്. ശരിയല്ലേ? എന്നാൽ ഇവിടെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം വേറെ ഒന്നുമല്ല, ഈ IP തന്നെ കുറെ അധികം റേറ്റിംഗ് ഉണ്ട്. 68, 67, X7, X8, എന്റെ പൊന്നോ കണ്ടമാന IP റേറ്റിംഗുകൾ. എന്നാൽ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങളൊരു IP റേറ്റിംഗ് കാണുമ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്റെ ഫോണിൽ IP റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആന ചവിട്ടിയാലും എന്റെ ഫോൺ പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചങ്കുകളോട് IP റേറ്റിംഗ് എന്ന് പറയുന്നത് രണ്ട് കാര്യം മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഡസ്റ്റ്, രണ്ടാമത്തേത് വാട്ടർ. ഞാൻ വാട്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോഫി, ആൽക്കഹോൾ, ഹാൻഡ് സാനിറ്റൈസർ, കടലിലുള്ള വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അതിലൊന്നും ഇത് വർക്ക് ചെയ്യില്ല. വെറും വെള്ളവും ഡസ്റ്റിലും മാത്രമാണ് IP വർക്ക് ചെയ്യുന്നത്. ഈ IP റേറ്റിംഗ് എന്ന് പറയുന്ന പരിപാടി എന്നെ കൊണ്ടുവന്നത് ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷനാണ്. സോ ഒരു സ്മാർട്ട് ഫോൺ IP റേറ്റിംഗ് കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം സ്മാർട്ട് ഫോൺ കമ്പനി അവരുടെ ഫോൺ ഉണ്ടാക്കിയതിനു ശേഷം IP റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസികൾക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. IP റേറ്റിംഗിന് ഒരു ഫോൺ പോയി കഴിഞ്ഞാൽ ആ ഫോൺ IP റേറ്റിംഗ് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ പ്രൈസ് കൂടും. അതായത് ഇപ്പോൾ OnePlusന്റെ ഒരു ഫോൺ IP റേറ്റിംഗിന് പോയി കഴിഞ്ഞാൽ ആ ഫോണിൽ ഏകദേശം ഒരു 3000, 4000, 5000 രൂപയൊക്കെ കൂടും. സോ സംഭവം ഈ ഫോൺ ഉണ്ടാക്കുന്നവർ IP റേറ്റിംഗ് സർട്ടിഫിക്കേഷൻ ചുമ്മാ അങ്ങ് കൊടുക്കുമല്ല, കൊടുക്കുന്ന സമയത്ത് അവരോട് പറയണം എന്ത് IP സർട്ടിഫിക്കേഷൻ ആണ് എടുക്കേണ്ടതെന്ന്. അതായത് IP66 ഉണ്ട്, 67 ഉണ്ട്, 68 ഉണ്ട്. ഒന്നും എല്ലാ ഫോണുകളും താങ്ങില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം കമ്പനിക്കാർ തന്നെ ഒരു തീരുമാനത്തിലെത്തണം ഏത് IP സർട്ടിഫിക്കേഷൻ എന്ന് കൊടുക്കണമെന്ന്. വീണ്ടും പറയാണ്, IP സർട്ടിഫിക്കേഷൻ റേറ്റിംഗ് കൂടുന്നതോറും പൈസയും കൂടും. സോ IP റേറ്റിംഗിന് ആക്ച്വലി രണ്ട് പാർട്ടുകളാണ് ഉള്ളത്. അതായത് നമ്മളിൽ പലരും IP67, 68, IPX6 എന്നിങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത്. IP67 ആണെങ്കിൽ IP67, അതേപോലെ IP68 ആണെങ്കിൽ IP6 and 8, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേണം വായിക്കാൻ. ഇതിന്റെ കാരണം IPയുടെ ഫസ്റ്റ് പാർട്ട് ഡസ്റ്റും സെക്കൻഡ് പാർട്ട് വാട്ടറുമാണ്. ഡസ്റ്റിന്റെ റേറ്റിംഗ് വരുന്നത് 0 മുതൽ 6 വരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ IP68 ആണുള്ളതെങ്കിൽ ആ 6 സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ്ലി ഡസ്റ്റുമായിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാൽ നിങ്ങളുടെ ഫോൺ IPX7 റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ X എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഡസ്റ്റിൽ നിന്നും യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. ഇനി IP റേറ്റിംഗിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൊട്ടക്ഷൻ ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ട് 8 വരെയാണ്. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ IP റേറ്റിംഗിന്റെ സെക്കൻഡ് പാർട്ടിൽ 8 ആണുള്ളതെങ്കിൽ ഏകദേശം 30 മിനിറ്റ് വരെ 1 മീറ്ററിൽ താഴെ നിങ്ങൾക്ക് ആ ഒരു ഫോൺ മുക്കി വെക്കാനായിട്ട് പറ്റും, കുഴപ്പമൊന്നും ഇല്ലാതെ. സോ IPയുടെ രണ്ട് ഭാഗവും പഠിച്ച സ്ഥിതിക്ക് നമ്മുടെ സാംസങ് ഫോൾഡ് ഫോണുകൾക്ക് IPX8 റേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? IPX8 എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാർട്ട് ഡസ്റ്റിന്റെ റേറ്റിംഗ് X ആണ്. അതായത് ആ ഫോണിന് ഡസ്റ്റിന്റെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്രീനിൽ എന്തെങ്കിലും ഡസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോൺ ഡാമേജ് ആവും. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ 8 ആണുള്ളത് എന്നുള്ളതുകൊണ്ട് ആ ഫോൺ വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് 30 മിനിറ്റ് വരെ 1 മീറ്ററിൽ താഴെ നിങ്ങൾക്ക് ആ ഫോൺ മുക്കി വെക്കാൻ പറ്റും, ഒന്നും സംഭവിക്കില്ല. സോ നിങ്ങളുടെ ഫോണിൽ IP റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് താഴെ ഇട്ടാലോ ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവന്മാരാണെങ്കിൽ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സോ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ബ്രാൻഡ് വന്നിട്ട് ഞങ്ങൾക്ക് IPX റേറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡുകളോട് എന്താ പറയേണ്ടതെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാം. പക്ഷെ ചില കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ IP റേറ്റിംഗിന് വിടില്ല. കാരണം അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടും എന്നുള്ള കാരണം കൊണ്ട്, ബഡ്ജറ്റ് റേഞ്ചിൽ ഇറക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും IP റേറ്റിംഗ് സ്കിപ്പ് ചെയ്യാറുണ്ട്. അവരുടെ കാര്യം നമ്മൾ കമ്പനിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ചില സ്മാർട്ട് വാച്ചുകളൊക്കെ ഇറങ്ങുമ്പോൾ അതിലും പ്രൈസ് കുറഞ്ഞ സ്മാർട്ട് വാച്ചുകളിലുള്ള ഫീച്ചേഴ്സിൻ്റെ അത്രയും പ്രൈസ് കൂടിയ സ്മാർട്ട് വാച്ചുകൾക്ക് ഉണ്ടാവില്ല, പക്ഷേ IP റേറ്റിംഗ് ഉണ്ടാവും. സോ എന്തുകൊണ്ടാണ് അവിടെ പ്രൈസ് ഡിഫറൻസ് എന്നുള്ളത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.